അപ്പോൾ യു കെയിൽ നിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെമോന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചപ്പോൾ കുറച്ച് സാധനം വാങ്ങിച്ചുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പാക്കിങ്ങും വെയിറ്റൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും കൂടുതലായിട്ട് വാങ്ങിച്ചില്ല. അപ്പോൾ പണ്ട് കാർട്ടിലിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, അപ്പോൾ അതിൽ ആ സിലിക്കോൺ മോൾഡിൻ്റെ ഫ്ലവറും ലീവ്സും വരുന്ന കുറച്ച് മോൾഡ്, ഇത് മറ്റേ ഫെൽറ്റിൻ്റെ ക്ലോത്തിലെ ചെറിയ പീസസ്, ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ളത്, എന്തെങ്കിലും ആപ്ലിക് വർക്കൊക്കെ ചെയ്യാം. പിന്നെ വാങ്ങിയത് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്ചറൊക്കെ കൊടുക്കത്തില്ലേ, ഈ ബ്രിക്സ് അങ്ങനെയൊക്കെ വരുന്ന അങ്ങനത്തെ പല വലുപ്പത്തിലൊക്കെ ആയിട്ട് വരുന്നൊരു 10 ഷീറ്റ് ഉണ്ടെന്ന് തോന്നിയത്. അങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പം നമുക്കിങ്ങനെ ടെക്സ്ചറൊക്കെ ചെയ്യാം. ജേർണലിംഗ് മാത്രമല്ല അല്ലാതെയും ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സ്, അതാണെങ്കിൽ കുറച്ച് ഞാൻ കുറേ കാട്ടിലിട്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എല്ലാം കൂടെ നമുക്ക് കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ലാസ്റ്റ് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച്. പക്ഷേ ഇതാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഷീറ്റ്സേ ഉള്ളൂ, പക്ഷേ ഒരെണ്ണം തന്നെ റിപ്പീറ്റഡായിട്ട് 2 വെച്ച് അങ്ങനെയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒരു വിൻറ്റേജ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ലേഡി ഫിഗേഴ്സൊക്കെ കുറവായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കി വാങ്ങിച്ചത്. ഇതാണെങ്കിൽ മൊത്തം ബാക്ക് പോസ്, ഫ്ലവർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ലേഡീസിൻ്റെയൊക്കെ ബാക്ക് പോസ് വരുന്ന രീതിയിൽ എനിക്ക് ഫിഗേഴ്സ് അങ്ങനത്തെ കുറവായിരുന്നു. എല്ലാം ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം 2 സെറ്റ് വാങ്ങിച്ചായിരുന്നു. ഇതിലും ഒരു 10-50 ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാനിത് നല്ല സ്റ്റിക്കറായിട്ട്, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണിത്. കുറേ നാളിട്ടും ഡിലീറ്റ് ചെയ്തും വേണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ലാസ്റ്റിൽ എന്തായാലും പോവല്ലേ, ഇവിടെ കിട്ടിയില്ലെങ്കിൽ, ഇവിടെ ഞാൻ സെർച്ച് ചെയ്തൊക്കെ ഇവിടെ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ പേര് ഇത് വാങ്ങിച്ച വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുമായിരുന്നു. ഞാൻ പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാമ്പ്സ് ചെയ്യാൻ. അപ്പം ഇത്രയിലൊരു സാധനം ഞാൻ ലാസ്റ്റ് എന്തായാലും വാങ്ങിക്കാമെന്ന് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ട് കാണിക്കാം. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കവറ് നല്ല ഭംഗിയുണ്ട്. ഇതിന് പല കളറ് പല ഡിസൈൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡയമണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒരെണ്ണം ആദ്യം വാങ്ങിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. രണ്ട് ഡിസൈൻ ഞാൻ നോക്കി വെച്ചതായിരുന്നു. പിന്നെ നമ്മളിങ്ങോട്ട് പോരല്ലേ, എന്തായാലും ഒരു മാഗ്നറ്റ് ഇരിക്കട്ടെ ഓരോ ഓർമ്മയ്ക്ക് എന്ന് വിചാരിച്ചിട്ടൊരു ഫ്രിഡ്ജ് മാഗ്നറ്റൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ ഒരു കിച്ചനാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് മോട്ടോർ സൈക്കിൾ ക്രേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ബുള്ളറ്റിൻ്റെ അങ്ങനെ പല ഇങ്ങനത്തെ പിക്ചേഴ്സിനോടും എല്ലാത്തിനോടും ഒരു കാണുമ്പോൾ ഒരു കൗതുകമുള്ള ആളുണ്ട്. ഞാനിങ്ങനെ കണ്ടപ്പം യാദൃശ്യമായിട്ട് കണ്ടതാണ്. അപ്പം ഞാനത് ചുമ്മാ കാർട്ടിലിട്ടിട്ട് വാങ്ങിച്ച് കീച്ചെയിനാക്കിക്കോ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വെക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.